ഹായ് മക്കളെ, ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമിന് വരാൻ പോകുന്ന ഒരു ടോപ്പിക് ഉണ്ട്. നിങ്ങളുടെ മൈക്രോ എക്കണോമിക്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. വേറെ ഒന്നല്ല, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ അവസരാത്മക ചെലവ്. എന്താണ് സംഗതിയുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇന്ന് രാത്രി 12 മണിക്ക് മുൻപായിട്ട് മേ ബി നിങ്ങൾ ഒരുപക്ഷെ ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. എന്തായാലും ഉറങ്ങുക, കാരണം പരീക്ഷയാണ് വരാൻ പോകുന്ന സമയം കളയരുത്. അപ്പോൾ ഇന്ന് രാത്രി 12 മണിൻ്റെ മുൻപായിട്ട് രാത്രി 9 മണിക്ക് നിങ്ങൾക്ക് ഞാനൊരു 5 ഓപ്ഷൻസ് തരുവാണ്. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്: സോഷ്യൽ മീഡിയ, പഠനം, സിനിമ, ഫിഫ, പബ്ജി. അതായത് എനിക്ക് 9 മണിക്ക് ഏത് വേണമെങ്കിലും ഇതിൽ ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എല്ലാം ഒന്നിച്ച് ചെയ്യൽ പോസിബിൾ ആണോ? അല്ല. എന്താ കാരണം? ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ വെട്ടിക്കളയേണ്ടി വരും. ഈ പറഞ്ഞേക്കാൻ സിനിമ കാണലോ, ഫിഫയുടെ വേൾഡ് കപ്പ് കാണലോ, പബ്ജി കളിക്കലോ ഒന്നും നടക്കില്ല. എന്താ കാരണം? നമ്മൾ ഒന്ന് ഓപ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇതുപോലെ നമ്മുടെ ലൈഫിലെ ഒരു കാര്യത്തിന് വേണ്ടി മറ്റൊന്നിനെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ കണ്ടന്റ് നിങ്ങൾക്ക് പഠിക്കാം. എവിടെ? എജുപോണിൻ്റെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലും പഠിക്കാം. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവിടെയും അവൈലബിൾ ആയിരിക്കും. ഇറ്റ്സ് മീ സെൽഫ് ഇൻ PS എന്ന് പറഞ്ഞ ചാനലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. വീണ്ടും കാണാം. ബൈ.